അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കലിമത്തുകൾ എത്ര ഇനമാണ്, അവകൾ ഏതെല്ലാം എന്നൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അഥവാ കലിമത്തുകൾ 3 ഇനമാണ്: ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇവകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അത് ഇസ്മാണ് അല്ലെങ്കിൽ ഫിഅലാണ് ഹർഫാണ് എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇനി ഇവകളെ ഈ ഓരോ കലിമത്തിനെ കുറിച്ചും, അഥവാ ഇസ്മിനെ കുറിച്ചും ഫിഅലിനെ കുറിച്ചും ഹർഫിനെ കുറിച്ചും നല്ല വിധത്തിൽ ഒരു ചർവണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അഥവാ ഇസ്മ് എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇസ്മി എത്ര തരത്തിലുണ്ട്? അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ആ ഇസ്മ് എത്ര തരത്തിലുണ്ട്, ആ തരത്തിൽ ആ ഇസ്മിന്റെ മേലിൽ ആ ഇസ്മി എത്ര തരത്തിലുണ്ട്, അവകൾക്കൊക്കെ ഇഅ്റാബ് എങ്ങനെയാണ് ഉണ്ടാവുക? അതായത് ഉദാഹരണം, ഇപ്പൊ ജാ സൈദുൻ, സെയ്ദ് വന്നു എന്ന് പറയുമ്പോൾ സെയ്ദിന് ഇവിടെ സെയ്ദ് ഫായിലാണ്, ആ സെയ്ദിനിക്ക് ലാഹിറത്തായ ദമ്മത്ത് കൊണ്ട് റഫഅാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും നമ്മൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ കലിമത്തുകളിൽ നിന്നുള്ള ഇസ്മ് എന്ന കലിമത്ത് തന്നെ 3 ഇനത്തിലേക്ക് അത് വിഭജിക്കപ്പെടും. ഒന്ന് ലാഹിറായ ഇസ്മ്, 2 ലമീറുകൾ, മൂന്നാമത്തേത് മുബഹമായ, അതായത് ഈ ഇഷാറത്തിന്റെ ഇസ്മുകൾ എന്ന് പറയാം. ലാഹിറായ ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾക്കോ ഒരു സാധനത്തിനൊക്കെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പേര് വെക്കുകയാണെങ്കിൽ ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ ആ സാധനത്തിനെ കുറിച്ച് അറിയും. ഉദാഹരണം, മുഹമ്മദ് എന്ന് പറഞ്ഞു. ഒരാൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ മുഹമ്മദ് എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അതാണ് ലാഹിറായ ഇസ്മ എന്ന് പറയുന്നത്. ഫാത്തിമ, അതുപോലെ ഇൽമ് എന്ന് പറഞ്ഞു. ഇൽമ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്നില്ലെങ്കിലും അറിവ് എന്നുള്ള ഒരു സത്തയാണല്ലോ. അപ്പൊ അതിലേക്ക് നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും. അപ്പൊ വിഷയങ്ങൾ മനസ്സിലായി എന്നർത്ഥം. അങ്ങനെ ഉദാഹരണങ്ങൾ കുറെ ഉണ്ടാവും. ലാഹിറായ ഇസ്മ ഇപ്പം അങ്ങനെയാണ്. നേരെ മറിച്ച് ഇനി മുളുമറായിട്ട്, അതായത് ലമീർ ആയ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ അത് തന്നെ മുത്തകല്ലിമിനും ഉണ്ടാകും, മുഖാത്തിബിനും ഉണ്ടാകും, പിന്നെ ഗായിബിനും ഉണ്ടാകും. ഗായിബായ ലമീർ ഉണ്ടാകും, മുത്തകല്ലിം ഉണ്ടാകും, മുഖാത്തബ് ഉണ്ടാകും. ആ ലമീറുകൾ ഏതുപോലെ? മുത്തകല്ലിമിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ അന നഹ്നു ഇവകളൊക്കെ എന്താണ്? ഇസ്മാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരു വ്യക്തി സംസാരിക്കുന്ന, അതായത് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? അന എന്ന് പറയുന്നത്. നഹ്നു എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സംസാരിക്കുന്ന വ്യക്തികളുടെ മേൽ അറിയിക്കുന്നതിനാണ് നഹ്നു എന്നുള്ളത്. അപ്പൊ ഇവകളൊക്കെ ഇസ്മാണ് എന്നർത്ഥം. അതുപോലെ മുഖാത്തബ് എന്ന് പറഞ്ഞാൽ ആരോടാണോ നാം സംസാരിക്കുന്നത്, ആ സംസാരിക്കപ്പെടുന്ന വ്യക്തി. ഇപ്പൊ ഞാൻ പറയാണെന്ത്, ഒരാളോട് അന്ത എന്ന് പറയുകയാണെങ്കിൽ ആ അന്ത ആരാണ്? ഞാൻ ആരോടാണ് പറയുന്നത്? ആ പറയപ്പെടുന്ന ആളാണ്. അപ്പൊ അന്ത, അന്തി, അന്തുമ, അന്തുന്ന, അന്തും എന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താണ്? ലമീറുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ ഗായിബായിട്ട് മറഞ്ഞ ആളുകൾ, അന്ത, അന്തി, അന്തുമ എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ ഹാജറുള്ള, നമ്മുടെ മുമ്പിലുള്ള, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്ന ആളുകളാണെന്ത്? അതായത് പിന്നെ നേരിട്ട് സംസാരിക്കുക എന്നർത്ഥം. അതാണ് ഹാജറായ ലമീറുകൾ എന്ന് പറയുമ്പോൾ. നേരെ മറിച്ച് ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞ ഒരാളെ കുറിച്ച് നമ്മൾ വേറൊരാളോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ പറയുമ്പോൾ അവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, നീ അറിഞ്ഞോ എന്ന് പറയാം. അപ്പൊ അവനെക്കുറിച്ചാണ് നമ്മളെ സംസാരം.
അതുപോലെ ഹുവ, അതിൻ്റെ ലമീറുകൾ ഏതൊക്കെ? ഹുവ, ഹിയ, ഹുമ, ഹുന്ന, ഹും എന്നൊക്കെ പറഞ്ഞത് എന്താണ്? അതിൻ്റെ ലമീറുകളാണ്. അതായത് ഇപ്പോൾ ലമീർ നമ്മൾ മൊത്തം 14 എണ്ണം ഉണ്ടാവും. 14 എണ്ണം. പിന്നെ ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന, അന, നഹ്നു. പിന്നെ ലമീറിന്റെ ഖിതാബിന് വേണ്ടിയിട്ടുള്ള ഒന്ന്, പിന്നെ അതായത് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ അവനോട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുമാണ് എന്ത്? ക, കി, കുന്ന, ഇയ്യാക്ക. അപ്പൊ അതിൽ ക എന്നുള്ളത് അല്ലെങ്കിൽ കി എന്ന് പറഞ്ഞു പെണ്ണിനോടാണെങ്കിൽ, കുന്ന എന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ കുറെ ഉണ്ടെങ്കിൽ, കും എന്ന് പറഞ്ഞു ആണുങ്ങളോ കുറെ ആളുകളോട്. ഇതൊക്കെ എന്താണ്? ലമീറുകളാണ്. അപ്പൊ ലമീറായ ഇസ്മ. അപ്പൊ ഇസ്മ 3 ഐറ്റം. അതിലൊന്ന് ലാഹിർ പറഞ്ഞു, രണ്ടാമത്തത് ലമീറുകൾ പറഞ്ഞു, മൂന്നാമത്തത് ഇഷാറത്തിന്റെ ഇസ്മുകളാണ്. ഇഷാറത്തിന്റെ ഇസ്മുകൾ. അതുപോലെ പിന്നെ മൗസൂലന്റെ ഇസ്മുകൾ. മൗസൂലിന്റെ ഇസ്മുകളും ഇഷാറത്തിന്റെ ഇസ്മുകളും. ഇഷാറത്തിന്റെ ഇസ്മിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഹാദ, ഹാദിഹി, ഹാദാനി. അതായത് ഇഷാറത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കോ ഒരു സാധനത്തിലേക്കോ ചൂണ്ടുക അല്ലെങ്കിൽ ഇഷാറത്ത് ചെയ്യുക, സൂചിപ്പിക്കുക. അപ്പൊ ഹാദ, ഇത്, കലമുൻ, കലമാണ്, പേനയാണ്. അതുപോലെ മൗസൂലന്റെ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ വിശേഷണം പറയണം. അതായത് വിശേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോ എൻ്റെ അടുക്കൽ ഒരുത്തൻ വന്നു. ഒരുത്തൻ വന്നു, ഒരുത്തൻ എന്നാ പറയുള്ളൂ. നീ എൻ്റെ അടുക്കൽ വന്നു. അല്ലദീ, ഒരുത്തൻ വന്നു. അപ്പൊ നമുക്ക് ഒരു മുബഹമാണ്, ഒരു വ്യക്തമല്ല, ആരാണ് വന്നത് എന്ന് വ്യക്തമല്ല. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് മുബഹമായ ഇസ്മാണിത്. ഇസ്മുകൾ 3 എണ്ണം. 1 ലാഹിർ, 2 ലമീർ, 3 മുബഹം. മുബഹമിൽ പെട്ടതാണ് ഇഷാറത്തിന്റെ ഇസ്മും മൗസൂലിന്റെ ഇസ്മും. ഇവിടൊക്കെ എന്താണ്? ഹാദ എന്ന് പറയുന്ന കൊണ്ട്, ഹാദ എന്ന് പറഞ്ഞതിനെ കൊണ്ട് മാത്രം നമുക്ക് എന്താവൂല, ഇതെന്താണ് സാധനം എന്ന് പറയില്ല. പിന്നെ ഇത് അറിയാത്തൊരു സംഗതിയാണ്. പിന്നെ കലമുൻ, ഹാദാ കലമുൻ എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ നമ്മൾ ചൂണ്ടിയതായ, നമ്മൾ ഏതിലേക്കാണോ ഒരു വിഷയം സൂചിപ്പിച്ചത്, ആ സൂചിപ്പിച്ച വസ്തു എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ പിന്നെ അടുത്ത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഹാദ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഗതി എന്താണ് എന്ന് പറയണമെങ്കിൽ ആ സംഗതി അറിയാത്ത ഒരാളോടാ പറയണത്. അപ്പൊ ഹാദ, ഇത് കലമുൻ, പേനയാണ്. അതുപോലെ തന്നെ മൗസൂലിന്റെ ഇസ്മുകളും. അല്ലദീ, മൗസൂലിന്റെ ഇസ്മുകൾ. അതായത് ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞു. ജാഅനില്ലദീ, എൻ്റെ അടുക്കൽ വന്നു, ഒരുത്തൻ വന്നു. ആരാണെന്നറിയില്ല, എൻ്റെ അടുക്കൽ ഒരുത്തൻ വന്നിരുന്നു. അപ്പൊ പിന്നെ ഓനെ കുറിച്ചിട്ടല്ല സംസാരമായി. അവൻ അങ്ങനത്തെ ആളാണ്. നീ എൻ്റെ അടുക്കൽ വന്നു. അല്ലദീ, ഒരുത്തൻ വന്നു. എങ്ങനത്തെ ഒരുത്തനാണ്? ലഹു സയ്യാറത്തുൻ, ഓനക്ക് കാറുണ്ട്. ലഹു സയ്യാറത്തുൻ. അല്ലെങ്കിൽ പിന്നെ ലഹു മാലുൻ കസീർ, അവനക്ക് നല്ല സമ്പാദ്യമുള്ള ആളാണ്. അങ്ങനെ എന്തെല്ലാം വിശേഷണം ഉണ്ടോ അതൊക്കെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണെങ്കിലും അതൊക്കെ എന്താണ്? ശേഷം വരുന്ന ആ വിശേഷണം വരുമ്പോഴേ ഉള്ളൂ ഈ പിന്നെ വ്യക്തിയെക്കുറിച്ച്, അല്ലദീ എന്ന് പറഞ്ഞ ആരെയാണോ ഉദ്ദേശിച്ചത് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാവുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് മുബഹമായ ഇസ്മ എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ഈ ലാഹിറായ ഇസ്മിന്റെ ഇഅ്റാബ് എങ്ങനെയൊക്കെ വരിക എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലാഹിറായ ഇസ്മുകൾ. ഈ അപ്പൊ തന്നെ ലാഹിറായ ഇസ്മു തന്നെ ഏതെല്ലാം കോലത്തിൽ വരും എന്നും നമ്മൾ അറിയിക്കണം. ഏതെല്ലാം കോലത്തിൽ, അതായത് ലാഹിറായ ഇസ്മു തന്നെ അതിലെന്തെല്ലാം വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതും നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്.